ഇപ്പൊ എനിക്ക് വരുന്ന ഇൻബോക്സിൽ കുറെ കുട്ടികൾ എനിക്ക് ഇതുപോലെ ടീച്ചർ ഉണ്ടായിരുന്നു, എനിക്ക് അവരെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു, അവർ ഭയങ്കര സാധനമായിരുന്നു, ഞാൻ സിനിമ കണ്ടപ്പോൾ വിചാരിച്ചു നിങ്ങൾക്കും കൂടെ ഒരു അടി കിട്ടിയിരുന്നെങ്കിൽ അവസാനം പപ്പട സീനിലെങ്കിലും ഒരു അടി കൊടുത്തെങ്കിലും അത്രയ്ക്ക് ദേഷ്യം. അപ്പൊ കേൾക്കുമ്പോൾ സന്തോഷം, അത് എഫക്റ്റീവ് ആയതുകൊണ്ടാണ് ചെയ്തത് എഫക്റ്റീവ്. ചില ട്രോമ ആലോചിക്കുമ്പോൾ സങ്കടമാണ്. ടീച്ചേഴ്സ് ഒന്നും ഇനി അങ്ങനെ ചെയ്യല്ലേ, ഇതൊരു ഐ ഓപ്പണർ ആവട്ടെ. അല്ല, നമ്മുടെ ഒരു വെറുതെ നമ്മള് ഷൂട്ടില്ലാത്ത സമയത്ത് നമ്മൾ വെറുതെ ഒരു ഡാൻസ് റീൽ എടുത്ത് വെച്ചിരുന്നതൊക്കെ ഇപ്പൊ പോസ്റ്റ് ചെയ്തപ്പോഴേ അതിന്റെ താഴെ വന്നിട്ട് ഇവരാണോ പിള്ളേരെ മര്യാദ പഠിപ്പിക്കാൻ പോകുന്ന ടീച്ചേഴ്സ്, ഇവർക്ക് ഇതൊക്കെ എത്ര തോന്നിയാസാവാം, ഡാൻസ് കളിക്കാം, അതിനകത്ത് എല്ലാരും വേറെ മൂഡിലുള്ള കാര്യം മറന്നുപോയി. അത്രയ്ക്ക് ഇമ്പാക്ട് ആണ്, ഭയങ്കര. മാത്രമല്ല പല എലമെന്റ്സ് അതിനകത്തുണ്ടല്ലോ. ആ മൂവിയുടെ ആ റൈറ്ററിന്റെ ഒരു ബ്രില്യൻസ് ആണ് അത്. എത്ര എലമെന്റ്സ് അതിനകത്തേക്ക് വന്നു, ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ വീട്ടിലെ ഒരു എങ്ങനെയാണ് അവർ ഡീൽ ചെയ്യുന്നത്, അതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എപ്പോഴും ഒന്നുകിൽ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷനെ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ അതുപോലെ സമൂഹത്തിന് നേരെ ഒരുപാട് ക്വസ്റ്റ്യൻസ് പുത്രൻ സാറിന്റെ ആ ഒരു സീനിലൊക്കെ വന്നിട്ട് നമ്മൾ ശരിക്കും റെലവെന്റ് ആയിട്ടുള്ള എത്ര ക്വസ്റ്റ്യൻസ് ആണ് ഈ സ്കൂളുകളിൽ ഇപ്പത്തെ പിള്ളേരുടെ ഇപ്പൊ ഡ്രഗ്സിന്റെ ആയാലും എല്ലാ എലമെന്റ്സും അതിനകത്തേക്ക് വന്നു. വണ്ടി ഇടുന്നത് ഈ പറഞ്ഞ പോലെ സ്കൂളിലെ കാര്യം ആയാലും, അയ്യോ വണ്ടി കാരണം നിങ്ങൾക്ക് ഇഷ്ടംപോലെ എനർജി കയ്യിലുണ്ട്, കുഞ്ഞുങ്ങളാവുമ്പോൾ എനർജി ഉണ്ട്. ആ എനർജി എവിടെയെങ്കിലും യൂട്ടിലൈസ് ചെയ്യണം. അത് ശരിക്കും മനസ്സിലാവും. നമ്മൾ ഈ പറഞ്ഞ ഞാനായാലും ചെയ്യുന്ന തെറ്റാണ്, ആ ടാബ് എടുത്തിട്ട് അവിടെ ഇരുന്ന് കുറച്ച് അടങ്ങിയിരിക്കുമല്ലോ. പക്ഷെ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ അവർ നെഗറ്റീവായിട്ട് പോകുന്നത്. പിന്നെ നമ്മൾ എന്താ പറയാ, ഒരു മാജിക് തന്നെയാണ് ആ സ്ക്രിപ്റ്റിലെ ഓരോ കാര്യങ്ങൾ. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം വെച്ചാൽ ഗ്ലോറിഫൈ ചെയ്യുന്നില്ല ഒന്നിനെ. ഇപ്പം പല സിനിമകളിലും നമ്മൾ കാണുന്നുണ്ട് ഡ്രഗ്സ് ഒക്കെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിക്ക്. പക്ഷെ ഇതിൽ തെറ്റാണ്. നിനക്കൊരു പേരുദോഷം വന്നാൽ അത് ഉള്ള കാലം മുഴുവൻ ഉണ്ടാവുന്നൊക്കെ ഉള്ളൊരു മെസ്സേജ് ക്ലിയർ ആയിട്ട് നമ്മൾ KC വേണുഗോപാൽ സാറൊക്കെ പറയുന്നത് 10,000 പ്രസംഗം ചെയ്തതിനേക്കാളും എഫക്റ്റാണ് ഈ ഒരു സിനിമ. ഇങ്ങനത്തെ ഒരു പടം കാണിക്കും, ഇങ്ങനത്തെ പടമൊക്കെ കാണിച്ച പിള്ളേർ അവർക്ക് തന്നെ കാര്യങ്ങൾ മനസ്സിലാവും. അതായത് കണക്കാരുടെ ഉള്ളിലേക്ക് കുറച്ചുകൂടി ഈസിലി അങ്ങ് എത്തും. ചേച്ചി ഇപ്പൊ എത്ര വർഷമായി ഈ ഒരു ഫീൽഡില്? എന്റെ ആദ്യത്തെ സിനിമ വിജയ് സൂപ്പറും പൗർണമിയാണ്. അതില് ഞാൻ മോളെയും കൊണ്ട്, എന്റെ ചെറിയ മോളെയും കൊണ്ട് പോയതാണ്. ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നത്. ജിസ് ജോയ് എന്നെ ഞാൻ ഈ മോളെയും കൊണ്ട് പോകുന്ന സമയത്ത് ചേച്ചി ഒരു സീനിൽ അഭിനയിക്കാവോ എന്ന് പറഞ്ഞ് നിർത്തിയതാണ്. അതിനകത്ത് വിത്ത് ഡയലോഗ്. അപ്പൊ ഞാൻ മോളെ നോക്കി ഇങ്ങനെ ഇരിക്കുന്ന ഒരു അമ്മയായിട്ട് അവിടെ ചെന്നിരുന്നിട്ട് പെട്ടെന്നൊരു ദിവസം സിനിമയിലേക്ക് ഞാൻ മനസ്സിലാഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും എപ്പോഴും. ചെറുതിൽ നമ്മൾ സ്കൂളിൽ നാടകം കളിക്കുന്നു, കോളേജിൽ നാടകം എല്ലാം ഞാനുണ്ടായിരുന്നു കേട്ടോ, ആക്റ്റീവാണ് എല്ലാ കാര്യത്തിലും. പക്ഷേ നമ്മുടെ ഒരു ലൈഫ് ചേഞ്ചിങ് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്നെ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പൊ കുഞ്ഞിനെ കൊണ്ട് പോകുമ്പോഴത്തേക്കാണ് വെറുതെ ജിസ് ജോയ്ക്ക് തോന്നുവാണ് എന്നെ വിളിച്ചിട്ട്. അതാണ് അതിന്റെ ഒരു ഇത്. ഞാൻ എപ്പോഴും ജിസ് ജോയോട് പറയേ, എന്താണ് അങ്ങനെ ഒരു ഇത് തോന്നിയത്, ഞാൻ അങ്ങനെ ഓർത്ത് വിളിച്ചല്ലേ ചേച്ചി.